തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ആംസ്റ്റർഡാമിലെ ചുവന്ന തെരുവ്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വയസ്സ് വെറും 18 മാത്രം. പേര് ബെറ്റി സാംബോ. കിഴക്കൻ ഹംഗേറിയയിലെ നെരേജ് ഹെസ സ്വദേശി. തൻ്റെ 18ാമത്തെ വയസ്സിലാണ് ലൈംഗിക തൊഴിലിനായി നഗരത്തിൽ എത്തിപ്പെടുന്നത്. ഇടയ്ക്കെപ്പോഴോ അവൾ ഗർഭിണിയുമായി, അതും 18ാമത്തെ വയസ്സിൽ തന്നെ. പൂർണ്ണ ഗർഭിണിയായിരിക്കെ പോലും ആഴ്ചയിൽ എല്ലാ ദിവസവും 14 മണിക്കൂർ വരെ വിശ്രമമില്ലാതെ അവൾ തൊഴിലെടുത്തിരുന്നു. തൻ്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞെങ്കിലും ദാരിദ്ര്യം അറിയാതെ വളരണം എന്നവൾ ആഗ്രഹിച്ചു. പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ ഡച്ച് സർക്കാർ ഏറ്റെടുത്തു. അമ്മ ലൈംഗിക തൊഴിലാളിയാണ് എന്നു തന്നെയായിരുന്നു അതിന് കാരണം. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ബെറ്റി വീണ്ടും തൻ്റെ തൊഴിലിലേക്ക് തന്നെ മടങ്ങി. ബെറ്റിക്ക് പിറന്ന ആൺകുഞ്ഞ് പിന്നീട് ഒരിക്കലും അമ്മയെ കണ്ടിട്ടില്ല. ഒരു മാസത്തിന് ശേഷം 2009 ഫെബ്രുവരി 19 ജോലി ചെയ്തിരുന്ന ഹോട്ടൽ മുറിക്കുള്ളിൽ കുത്തേറ്റു മരിച്ച നിലയിലാണ് പിന്നീട് ബെറ്റിയെ കാണപ്പെട്ടത്. തിരക്കേറിയ ടൂറിസ്റ്റ് നഗരമായ ആംസ്റ്റർഡാമിൽ പട്ടാപ്പകലായിരുന്നു ഒരു ചെറുപ്പക്കാരി കൊല ചെയ്യപ്പെടുന്നത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച വൻ വാർത്തയായി. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പോലീസ് CCTV നിരീക്ഷിക്കുകയും സാക്ഷികളെ വിസ്തരിക്കുകയും കൊലപാതകം നടന്ന സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ പരിസരവും കൃത്യമായി അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. ആ ദിവസം ബെറ്റിയുടെ സേവനം തേടിയവരെ ചോദ്യം ചെയ്തത് വഴി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നീട് തെളിവില്ലാതെ വെറുതെ വിടേണ്ടി വന്നു. വർഷങ്ങൾക്കിപ്പുറം കൊലപാതകി ആരാണെന്ന് കണ്ടെത്താനുള്ള അവസാന ശ്രമത്തിലാണ് ഡച്ച് പോലീസ്. അതായത് 15 വർഷങ്ങൾക്കിപ്പുറം പോലീസ് ആ കുറ്റവാളിക്ക് വേണ്ടിയുള്ള തെരച്ചിലിലാണ്. അവസാന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹോളോഗ്രാമിലൂടെ ബെറ്റിയെ പുനർനിർമ്മിച്ച് തെരുവിൽ പ്രത്യക്ഷമാക്കി അതിലൂടെ കൊലപാതകത്തിന് തുമ്മുണ്ടാക്കാനുള്ള ശ്രമമാണ് ഡച്ച് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ആംസ്റ്റർഡാമിലെ ചുവന്ന തെരുവിൽ അവൾ നിന്നിരുന്ന ചില്ലുകൂടാരത്തിൽ ബെറ്റിയുമായി രൂപസാദൃശ്യം മാത്രമുള്ള ഹോളോഗ്രാം പ്രതിമ സ്ഥാപിച്ചു. അതിനൊപ്പം അവളുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകളുടെ തീയതികൾ അടയാളപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ വിനോദസഞ്ചാരിയായി ആംസ്റ്റർഡാമിലെത്തിയ വിദേശികൾ ആരെങ്കിലും ആകാമെന്ന സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ബെറ്റിയെ തിരിച്ചറിയുന്ന ആരെങ്കിലും നൽകുന്ന ചെറിയ സൂചന പോലും പോലീസിന് വിലപ്പെട്ടതാണ്. കേസിലെ സാക്ഷികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് ആംസ്റ്റർഡാം വാണ്ടഡ് ആൻഡ് മിസ്സിംഗ് പേഴ്സൺസ് ടീം ഏകോപിപ്പിക്കുന്ന ബെഞ്ചമിൻ വാൻ ഗോഗ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെറ്റിയുമായി വിദൂര സാദൃശ്യം മാത്രമുള്ള ഹോളോഗ്രാം പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ബെറ്റിയുടെ ഒരു ഹോളോഗ്രാം സൃഷ്ടിക്കുന്നത് അവരുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന ആളുകളെ വിവരങ്ങൾ നൽകാൻ മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇത്തരം കേസുകളിൽ ഇരകളുടെ ഐഡന്റിറ്റി പൊതുജനങ്ങളെ അറിയിക്കാൻ പോലീസ് ശ്രമിക്കാറുണ്ട്. സ്ഥിരമായി ഇരയെ കാണുമ്പോൾ സിമ്പതി തോന്നി എന്തെങ്കിലും വിവരങ്ങൾ ആർക്കെങ്കിലും പങ്കുവയ്ക്കാനുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ ഹോളോഗ്രാം പ്രതിമ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ബെറ്റിയുടെ കുടുംബത്തോട് അന്വേഷണ സംഘം ആദ്യം ചർച്ച ചെയ്തിരുന്നു. ബെറ്റിയുടെ കൊലയാളിയെ തിരിച്ചറിഞ്ഞ് അവൾക്ക് നീതി കണ്ടെത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് ഹോളോഗ്രാം സ്ഥാപിക്കുന്നതെന്നും കേസ് മാന്യമായി കൈകാര്യം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുമുള്ള ഉറപ്പ് നൽകിയ ശേഷമായിരുന്നു പോലീസ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങിയത്. ഇതുപോലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്നിലധികം പേരോട് ഈ സംഭവത്തെക്കുറിച്ച് കുറ്റവാളി കൃത്യമായി പറയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിനർത്ഥം ബെറ്റിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കണമെന്നാണ്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നവർക്ക് $32,160 പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആംസ്റ്റർഡാം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 2009 ഫെബ്രുവരിയിൽ നഗരം സന്ദർശിച്ചവരോട് കേസിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ബന്ധപ്പെടാൻ പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്.